ഹലോ, അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് 2023-24 HSS സബ് ഡിസ്ട്രിക്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, പെട്ടെന്ന് തന്നെ മീനിങ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. ഫി അയ്യി യൗമിൻ നഹ്തഫിലു യൗമുൽ ഉമ്മാലിൽ ആലമി. ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്നാണ്? ആൻസർ മായു 1, മെയ് 1 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐന മിൻ ഡാഷ്. ഐന എന്തിൽ പെടുന്നതാണ്? അദവാത്തുൽ ഇസ്തിഫാമിയയിൽ വരുന്നതാണ് അല്ലേ. ഐന മിൻ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ വരിക? അദവാത്തുൽ ഇസ്തിഫാമിയ, ക്വസ്റ്റ്യൻ വേർഡ്സിൽ പെടുന്നതാണ്. അതിനാണ് അദവാത്തുൽ ഇസ്തിഫാമിയ എന്ന് പറയാം. നെക്സ്റ്റ് നോക്കാം, മാഹിയൽ കലിമത്തുൽ അറബിയ ലി ഹോസ്പിറ്റാലിറ്റി. ഹോസ്പിറ്റാലിറ്റി എന്ന വാക്കിന് അറബിയിൽ എന്താണ് പറയുക? ലിയാഫ എന്നാട്ടോ പറയാ, ലിയാഫ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഖുർആനി 114 സൂറത്ത് മിന. ഖുർആനിൽ എന്തുണ്ട്? 114 സൂറത്തുകളുണ്ട്. ഡാഷ് മക്കിയ ഡാഷ് മദനിയ. ഏതാണ്? 86 മക്കിയയും അതുപോലെ 28 മദനിയയും. നോക്കാം, ഇഖ്തറ ഷാസു മിനൽ ആത്തിയ. ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് എന്ത് ചെയ്യാം, എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അജ്മൽ, അക്ബർ, അജ്വദ്, അഹ്മർ. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? അഹ്മർ അല്ലേ. എന്തുകൊണ്ടാണ് അഹ്മർ പെടാത്തത്? അഹ്മദ് ഒരു അൽവാനാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇസ്മു തഫ്ദീലാണ് അല്ലേ. അജ്മൽ, അക്ബർ, അജ്വദ്. നെക്സ്റ്റ് നോക്കാം, കമ്മിൽ പൂരിപ്പിക്കാനാണ്. നാമത്ത്, നാമത്ത. പിന്നെ ഏതാണ് വരിക? നിമ്ന എന്നതാട്ടോ വരിക. നിമ്ന എന്നതാണ്. ഇത് നമ്മൾ സർഫാക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, മൻ അസസ ജാമിയത്തു കാലിക്കോട്ട്. അതായത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ആരാണ്? CH മുഹമ്മദ് കോയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, മൻ ഹു സഈമുൽ മഅറള ഫി കേരള. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാണ്? VT സതീശനാണ് കേട്ടോ, പ്രതിപക്ഷ നേതാവ്. ഇനി അവ്വലു ജരീദ ഫിൽ അറബിയ. അറബിയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഖവായിദുൽ മിസ്രിയ. മൻ യുറഫു ബി ഖതീബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖതീബ് ആരായിരുന്നു? ആൻസർ സാബിത്ത് ബിനു ഖൈസ് എന്നിവരാണ് ഖതീബ്. മൻ അല്ലഫ കിതാബു തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅദിൽ അഖ്ബാറുൽ ബുർത്തുഗാലിയീൻ. അപ്പം ആരാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫിൽ ബഅദ്, അത് ആ ഒരു പുസ്തകം ആരാണ് എഴുതിയത് എന്നാണ്? ആൻസർ സൈനുദ്ദീൻ മഖ്തൂം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, മാസാ തഅനി അൽ കലിമത്തുൽ ഖാമൂസ് ഫി ലുഗത്തിൽ അറബിയ. നിഘണ്ടുവിന് അറബിയിൽ എന്താണ് പറയുക? എന്താണ്? മആനിയൽ കലിമാത്ത്. അറബിയിലുള്ള അർത്ഥം തന്നെ കേട്ടോ. അറബിയിലുള്ള നിഘണ്ടുവിൻ്റെ അർത്ഥമാണ് മആനിയൽ കലിമാത്ത്. മൻ ഹുവ മുഅസ്സസു സബൈസ് അക്സ്. സബൈസ് അക്സ് എന്നതിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നാണ്? ഈലൂൻ മാസിക് എന്ന ആളാണ് അതിൻ്റെ സ്ഥാപകൻ. മൻ ഹുവ വസീറു സിറാഅ ഫി കേരള ഹാലിയൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? കൃഷ്ണൻകുട്ടി. ഐന തഖു ഖലഅത്തുൽ ഹംറ. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹി. ലൈസൽ ഹംറു. ഹംറ് എന്തല്ല? ദവാഉൻ. ലൈസൽ ഹംറു ദവാഉൻ ബൽ ദാഉൻ. എന്താണ്? കള്ള് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ. ഹംറ് എന്ന് വെച്ചാൽ നമ്മൾ കള്ള് പറയും. അതെന്തല്ല? ദവാ, മരുന്നല്ല. പക്ഷേ എന്താണ്? അത് രോഗമാണ്. അത് മരുന്നല്ല എങ്കിൽ അതെന്താണ്? രോഗമാണ്. മിൻ അലുവു റാബത്ത് കൽമിയ എന്നതിലെ അംഗം ആരാണ് എന്നാണ് ചോദിച്ചത്. ആരാണ്? ഈലിയ അബു മാലി എന്നാണ് ഈ ഒരു കൂട്ടത്തിൽ കൊടുത്തതിൽ റാബത്ത് കൽമിയ എന്നതിലെ അംഗമായിട്ടുള്ളത്. ഫി അയ്യി സനത്തിൻ ഹിജ്രിയ തമ്മ ഫതഹ് മക്ക. മക്ക വിജയം ഏത് ഹിജ്റ വർഷത്തിലായിരുന്നു?
ഏത് ഹിജ്റ വർഷത്തിലായിരുന്നു? ഹിജ്റ 10ാം വർഷത്തിലായിരുന്നു. ഇല ഐ ആയിലത്തിൻ തൻതമിൽ ലോകത്തിൽ അറബിയ, അറബി ഭാഷ ഏത് കുടുംബത്തിൽപ്പെട്ടതാണ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഏത് കുടുംബത്തിൽപ്പെട്ടതാണ്? സാമിയ, അസാമിയ കുടുംബത്തിൽപ്പെട്ടതാണ് അറബി ഭാഷ. മാസാ യുക്കാലു ലിഷക്കിൽ, ലിഹാസ ഷക്കിൽ, ഈ ഷക്കിലിന് എന്താണ് പറയുക? എന്താണ്? മുറബ. റാബി, അർബ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അർബ എന്ന് വെച്ചാൽ എന്താണ്? 4 സൈഡുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ്? ഇത് പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. മുറബ. ഓക്കെ. ഐന ഉലിദ അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദ് എവിടെയാണ് ജനിച്ചത്? ഫി മക്ക. ഇനി ഇൽബത്ത് ബിൽ അഷ്കാലു മറുത്ത് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ്? ഹർക്കത്താണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് വരിക? ലാസ്റ്റത്തെ ഹർക്കത്ത് നൂനിൻ്റെതാണ് വരുന്നത്. ഏതാണ്? ന എന്നതുള്ളതാണല്ലേ വരിക. നെസ്ബാണ് വരിക. ഓപ്ഷൻ ബി. ഇനി ഇഖ്തറൽ മുത്തറാദിഫു ഹൽബ്. ഹൽബ് എന്നതിൻ്റെ മുത്തറാദിഫ് എന്താണ്? തല്ലുൻ എന്നതാണ് അല്ലേ. നെക്സ്റ്റ് നോക്കാം. മാ ഇസ്മു കൗമ് നബി ഹൂദ് അലൈഹിസ്സലാം. ഹൂദ് അലൈഹിസ്സലാമിൻ്റെ കൗമ് സമുദായത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചത്. എന്താണ്? ഹൂദ് എന്ന് പറയും പോലെ തന്നെ ആദ് എന്നതാണ് ഹൂദ് നബിൻ്റെ സമുദായത്തിൻ്റെ പേര്. മാ ഇസ്മു ശരിക്ക തീത്താൻ ഇല്ലതി ഇൻ ഫജ്റ ഫിൽ ബഹർ. കടലിൽ പൊട്ടിത്തെറിച്ച തീത്താൻ എന്നത് ഏത് കമ്പനിയുടേതാണ്? തീത്താൻ ഏത് കമ്പനിയുടേതാണ്? ഓഷ്യൻ ഗൈറ്റ് എന്ന കമ്പനിയുടേതാണ്. ഓഷ്യൻ ഗേറ്റ് എന്ന കമ്പനിയുടേതാണ് റൈറ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വളരെ സിമ്പിളാണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിരിക്കില്ലല്ലോ. അപ്പോൾ 2-3 ടഫ് ഉണ്ടാവും. എങ്കിൽ കൂടിയും നമ്മൾ HSSൻ്റെ 2023-24 വർഷത്തെ സ്കൂൾ ലെവലിൽ നമ്മൾ വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.